നമസ്കാരം, മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു പുതിയ അതിഥിയാണ്. അയ്യങ്കുന്ന് പഞ്ചായത്തിന്റെ 3-ാം വാർഡ് 2-ാം കളവിന്റെ സ്ഥാനാർത്ഥിയാണ്. AKCCയുടെ പ്രസിഡന്റാണ്. അതുപോലെ ഇവിടുത്തെ വാർഡ് പ്രസിഡന്റ്, അതേപോലെ 2-ാം കളവിന്റെ കൈക്കാരനും കൂടിയാണ്. ഒത്തിരി സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് ഇപ്പം പുതിയൊരു സ്ഥാനത്തേക്കും കൂടെ മത്സരിക്കുകയാണ്. നമുക്ക് അതിഥിയോട് തന്നെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഷീൻ കൂനങ്കിൽ. ഞാൻ ഈ പാർലമെന്ററി മത്സരരംഗത്തേക്ക് ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുന്നത്. കുറേ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലും ഇതിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങളുമായിട്ടുള്ള ബന്ധം മാത്രമാണ് നമ്മുടെ കൈമുതലായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇലക്ഷനിൽ ഓരോ വീടുകൾ കയറി ഇറങ്ങി അവരോട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 80% വീടുകൾ ഞാനിപ്പോൾ എല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി ഒരു ചുരുക്കം വീടുകൾ കൂടി ബാക്കിയുണ്ട്. വരും ദിവസങ്ങളിൽ അതും കവർ ചെയ്യണം. പൊതുവെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശനം, അതിനെപ്പറ്റി ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട്. രാഷ്ട്രീയ രംഗത്തേക്ക് ഞാൻ ഇതിലേക്ക് ആകർഷണമായി ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് KSU ശക്തമായി നിൽക്കുന്ന സമയത്ത് ഞാൻ KSUയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അന്ന് ഓരോ സമരങ്ങളിലും പിന്നെ മത്സരരംഗത്തൊക്കെ നമ്മൾ സജീവമായിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ഉളിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സമയത്ത് ഞാൻ സജീവമായ രാഷ്ട്രീയക്കാരനാണ്. അവിടുന്ന് പിന്നീട് +2 സമയത്താണ് ഞാൻ നമ്മുടെ 2-ാം ഘട്ടത്തിലേക്ക് വരുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി അന്ന് നമുക്ക് പ്രൈവറ്റ് കോളേജിൽ നമ്മളന്ന് പഠിച്ചത്. പിന്നെ നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൂടെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നത്. ആ കാലഘട്ടം മുതൽ 96 മുതൽ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ സജീവമായിട്ട് ഇന്നും നിലനിന്ന് പോകുന്നു. ജാതിമത ഭേദമന്യേ എന്ത് പരിപാടിക്കും നിങ്ങളുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. അതോ രാഷ്ട്രീയം നോക്കുന്നില്ല, നിങ്ങൾ ജാതി നോക്കുന്നില്ല, മതം ഒരു ഇതുമില്ല, എല്ലാവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയേതര എല്ലാം ഉള്ളൊരു പാർട്ടിയാണ്. അതേ പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് മതത്തിന് ഇതിൻ്റെയോ അതൊന്നുമില്ല. നമ്മുടെ നാടിൻ്റെ എവിടെ എന്തുണ്ടെങ്കിലും അവിടെ നമ്മൾ ആ മതത്തിന്റെ യാതൊരു വ്യത്യാസങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളിലും ഒരു മരണമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ സജീവമായിട്ട് അവിടെ ഉണ്ട്. അത് നമ്മുടെ ആ പ്രസ്ഥാനത്തിന്റെ ആ പ്രത്യേകത കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ തുടർന്നു പോകുന്നത്. ഇപ്പം 4 സ്ഥാനാർത്ഥികളാണ് നമ്മുടെ അയ്യങ്കുന്ന് 3-ാം വാർഡിലുള്ളത്. അന്നേരം അവരെ കുറിച്ച് നിലവിൽ 4 സ്ഥാനാർത്ഥികൾ, ഞാനടക്കം 4 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമാണ്. ജനങ്ങൾ അറിയുന്ന ആൾക്കാരാണ്, നല്ല പ്രവർത്തകരാണ്. അവരോട് കൂടി മത്സരിക്കുന്നു. ജനങ്ങൾ മെച്ചമുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. നമ്മൾ കൂടുതൽ മത്സരിക്കണം, പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഇത് കിട്ടും, വോട്ട് കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഇത്രയും കാലഘട്ടം കഴിഞ്ഞതാണ്. അന്നേരം ഇപ്പം ഇനിയും വരാനുള്ള ഒത്തിരി പ്രവർത്തികൾ ഉണ്ടാവുമല്ലോ വരാനുള്ളത്. അതിനെപ്പറ്റി നിങ്ങളുടെ ഒരാശയം? ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ വാണിയപ്പാറ മുതൽ തുടിമരം വരെ ഒരു ടാറിങ് റോഡ് പോലും വാണിയപ്പാറ വരെയും ടാറിങ് ഉണ്ടായിരുന്നില്ല. അത് അവിടം വരെ ടാറിങ് ഇല്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വെളുപ്പിന് നടന്നിട്ട് വാണിയപ്പാറ വന്ന് അവിടെ വെള്ളമുള്ള സമയത്ത് മഴക്കാലത്തൊക്കെ തോട് കയറി, ഇല്ലെങ്കിൽ 2 തോട് കയറി പാലം കിടന്നിട്ട് വേണം പിന്നെ പഠിക്കാൻ പോകാൻ വേണ്ടി. അന്ന് കരണ്ടില്ല, വഴിയില്ല. ഇത്രയും കാലങ്ങൾക്ക് ഇടയ്ക്ക് റോഡുകൾ വന്നു, പാലം വന്നു, കരണ്ട് വന്നു. അധികം കാലങ്ങളൊന്നും ആയില്ല. ഇത്രയും വികസനങ്ങൾ ഇവിടെ നടന്നു. ഇനിയും ഈ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഈ 3-ാം വാർഡ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വാർഡുകളിൽപ്പെട്ട ഒന്നാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരാറുണ്ട്. പാലങ്ങൾ, റോഡുകൾ, അതുപോലെ വെളിച്ചങ്ങ സൗകര്യങ്ങളെല്ലാം വരാറുണ്ട്. അതെല്ലാം വരാനും അതിനുവേണ്ടിയും നമ്മുടെ പ്രവർത്തനങ്ങൾ പിന്നെ ഒരു മെമ്പറായിട്ട് വന്നാൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുൻപന്തിയിലുണ്ടാകും, അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇനി 2-ാം ഘടകം 3-ാം വാർഡില് ഒത്തിരി കാര്യങ്ങൾ, വികസനങ്ങൾ വരാനുണ്ട്. എന്നാലിപ്പം താങ്കൾ മെമ്പർ ആയാൽ ഉള്ള വികസനങ്ങൾ വരാനുള്ള കാര്യങ്ങളൊന്നും? കുറേ അധികം വികസനങ്ങൾ ഇനി ഇവിടെ വരാനുണ്ട്. നമ്മൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് നേരിട്ട് ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഈ ഫോറസ്റ്റ് സൈഡിൽ റോഡുകളിൽ വെളിച്ചക്കുറവിന്റെ ഒരു പ്രശ്നം, ഒരുപാട് വന്യമൃഗ ശല്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ലൈറ്റുകളൊക്കെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് സ്ഥാപിക്കാനുണ്ട്. പിന്നെ കുറച്ച് റോഡുകൾ
ടാറിങ് ആകാത്തതും കോൺക്രീറ്റ് ആകാത്ത റോഡുകൾ കുറേ ബാലൻസ് ഉണ്ട്. അതെല്ലാം പൂർത്തീകരിക്കണം. ഒരുപാട് ജനങ്ങൾ ഇവിടുന്ന് റോഡ് സൗകര്യങ്ങളും ഇതില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പേര് ഇവിടുന്ന് ഈ ഏഹ്, ഈ ഭാഗം വിട്ടു ഇവിടുന്ന് പുറത്തേക്ക് പോയുണ്ട്. ഇനി അങ്ങനെ ആളുകൾ പോകാതെ, സൗകര്യക്കുറവുകൊണ്ട് ആളുകൾ ഇവിടുന്ന് പോകാതെ അവരെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അവർക്ക് ആവശ്യമായ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് പ്രാധാന്യം കൽപ്പിക്കും. അതായത് ചെറിയ ചെറിയ പാലങ്ങൾ, റോഡുകൾ, വെളിച്ചം കുറഞ്ഞ ഭാഗത്ത് ലൈറ്റുകൾ, ഇതെല്ലാം ആദ്യമേ തന്നെ, അതായത് അടിസ്ഥാനപരമായി ആദ്യമേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. മെമ്പറായി എന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ. ഇത്രയും നേരം നമ്മുടെ മലയോര എക്സ്പ്രസിനോട് ഒപ്പം നിന്ന ഷീന് ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു.